ലോകത്തിലെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നഗരം ഏതാണെന്നറിയോ? അത് ന്യൂയോർക്കോ ദുബായോ അല്ല, സൗദിയിൽ വരാനിരിക്കുന്ന ദ ലൈൻ എന്ന പേരുള്ള സിറ്റിയുമല്ല. പിന്നെ ഏതാണെന്നല്ലേ? വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ്. ആ നഗരം അങ്ങ് ജപ്പാനിലാണ്. മൗണ്ട് ഫ്യൂജിയുടെ താഴെയാണ് ആ നഗരം സ്ഥിതി ചെയ്യുന്നത്. റോബോട്ടുകളും AI പവേർഡ് എക്യുപ്മെന്റ്സ് ആൻഡ് ടെക്നോളജിയും ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ആ നഗരം സ്ഥാപിച്ചതോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് കാർ കമ്പനി. ആ നഗരത്തിന്റെ പേരാണ് വോവൺ സിറ്റി. ഇതൊരു സാധാരണ സിറ്റി അല്ല കേട്ടോ, അൾട്രാ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ലാബാണ് ആ നഗരം. വരാനിരിക്കുന്ന കാലങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണ് ഈ സിറ്റി എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ നഗരം ആളുകൾക്ക് താമസയോഗ്യമാണ്, പക്ഷെ അവിടെ പ്രൈവറ്റ് കാറുകൾ ഉണ്ടാവില്ല. പകരം സ്വയം ഡ്രൈവ് ചെയ്യാൻ പ്രാപ്തിയുള്ള സെൽഫ് ഡ്രൈവിംഗ് ഇലക്ട്രിക് കാറുകളാവും ഉണ്ടാവുക. AI ആയിരിക്കും അത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നഗരത്തിൽ ട്രാഫിക് സിഗ്നലുകളും ഉണ്ടാകില്ല. അത്യാധുനിക ടെക്നോളജികൾ യൂസ് ചെയ്യുന്നതിനാൽ അപകടങ്ങളും ഉണ്ടാകില്ല. ഇലക്ട്രിക് കാറുകൾ ആയതുകൊണ്ട് തന്നെ എയർ പൊല്യൂഷനും നോയിസ് പൊല്യൂഷനും ഒന്നും കാണില്ല. കാറുകൾക്കും ബൈക്കുകൾക്കും റോബോട്ടുകൾക്കുമായി പ്രത്യേകം പാതകൾ ഉണ്ടായി. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി കടയിൽ പോകേണ്ട ആവശ്യമില്ല. റോബോട്ടുകളുടെ സഹായത്തോടെ വേണ്ട സാധനങ്ങളെല്ലാം വീട്ടിലെത്തും. സ്മാർട്ട് ഹോമുകൾ ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായി റീഫിൽ ചെയ്യാൻ സാധിക്കും. ഫ്രിഡ്ജുകൾ അതിൽ എന്തൊക്കെ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യും. വീട്ടിലുള്ളവരുടെ മൂഡ് അനുസരിച്ച് വീട്ടിലെ ലൈറ്റുകൾ ക്രമീകരിക്കാൻ സാധിക്കും. കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കായി ആ സിറ്റിയിൽ നടക്കുന്നതെല്ലാം ട്രാക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്തു വെക്കും. എയർ ക്വാളിറ്റി, എനർജി യൂസേജ്, ഭക്ഷണ രീതികൾ, ഉറക്കം, ജോലി, എന്തിന് അതിൽ ആളുകൾ നടക്കുമ്പോൾ അവരുടെ ചലനങ്ങൾ പോലും നിരീക്ഷിച്ച് ഡേറ്റയാക്കി സൂക്ഷിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നടക്കുന്ന കാര്യമാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കേട്ടോളൂ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 25, 2025 ഈ അൾട്രാ ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പരീക്ഷണാർത്ഥം 300 കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത്. പൊതുജനങ്ങൾക്കായി ഈ നഗരം ഓപ്പൺ ആക്കിയിട്ടില്ല ഇതുവരെ. ഇനി ഇത് നിർമ്മിച്ചതാരെ എന്നതിനുള്ള ഉത്തരം. മോട്ടോർ കാറുകളെ റെവല്യൂഷനൈസ് ചെയ്ത് ഇന്ന് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള കാറുകൾ നിർമ്മിക്കുന്നത് നമ്മുടെ സ്വന്തം ടൊയോട്ട. ഭാവിയുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് എല്ലാവരെയും കാണിക്കുവാനും ഒരു കമ്പനി എന്ന നിലയ്ക്ക് ആളുകളുടെ ജീവിതശൈലികൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് സാധിക്കുമെന്നതിന്റെ ഒരു തെളിവാണ് ഇന്ന് ജപ്പാനിൽ മൗണ്ട് ഫിജിയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന വോവൺ സിറ്റി. ഇങ്ങനെ ഒരു നഗരം നമ്മുടെ നല്ലതിനായിരിക്കുമോ അതോ മോശത്തിനായിരിക്കുമോ? ഷെയർ യുവർ ആൻസേഴ്സ് ഇൻ ദ കമന്റ്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്.